ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി കിച്ചൺ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പനീർ ബട്ടർ മസാലയുടേതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പനീർ ബട്ടർ മസാല തയ്യാറാക്കുന്നതെന്ന് കാണാം. പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 400 ഗ്രാം പനീറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് ചെറിയൊരു ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്, ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് 2 സവാള ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ചെറുതായിട്ട് കനം കുറച്ചാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. കൂടാതെ 2 വലിയ പച്ചമുളകാണ്. 2 വലിയ പച്ചമുളകും ഇതുപോലെ ചെറുതാക്കി ഇതിനകത്ത് തന്നെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ സമമായിട്ടെടുത്ത് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുണ്ട്. ഇത് 2 വലിയ ടൊമാറ്റോയാണ്. ഇതിൻ്റെ തൊലി കളഞ്ഞാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്നതിന് തുടങ്ങാം. അതിന് വേണ്ടി ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 50 ഗ്രാം ബട്ടർ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ ഒന്ന് ഉരുകി കഴിയുമ്പോഴത്തേനും നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടെ ഇട്ട് വഴറ്റുകയാണ്. നന്നായിട്ടൊന്ന് വാടി വരണം. സവോള എന്ന് വാടുന്ന സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ടൊമാറ്റോ എന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ മിക്സി ജാറിനകത്തിട്ടാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത്. ഞാനിതിലേക്ക് 2 സ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ സവോളയൊക്കെ ഒന്ന് വാടാൻ തുടങ്ങിയിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാൻ ആദ്യമായിട്ട് 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. കൂടാതെ 1 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ചുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം മഞ്ഞൾപ്പൊടിയുടെ മുളക് പൊടിയുടെയൊക്കെ പച്ചമുളക് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റും കൂടെ ഒഴിക്കാം. ഇപ്പം നമ്മുടെ ടൊമാറ്റോയുടെ ചുവയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നോടം വരെ നമുക്ക് നിൽക്കാം. രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുകയാണ്.
2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയത്ത് ഞാനൊരു 30 ഗ്രാം കപ്പലണ്ടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് അരച്ചൊഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയുടെ പേസ്റ്റ് ഒഴിക്കുകയാണ്. 30 ഗ്രാം കപ്പലണ്ടിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്, അരച്ച് വെച്ചിരിക്കുന്നത്. അതിങ്ങോട്ട് ഒഴിക്കുകയാണ്. ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് പനീറും കൂടെ ചേർക്കുകയാണ്. ഇത് ക്യൂബായിട്ട് തന്നെയാണ് പനീർ ഇരിക്കുന്നത്. 400 ഗ്രാം പനീറാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ഇപ്പം നമ്മുടെ പനീറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, നന്നായിട്ട് കുറുകി എന്ന് വരുന്നുണ്ട്. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർക്കാം. ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 25 ഗ്രാം ബട്ടറും കൂടെ ഞാൻ ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി പനീർ ബട്ടർ മസാല തയ്യാറായിട്ടുണ്ട്. ഞാനിത് ഫ്ലെയിമൊക്കെ ഓഫാക്കി സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഞാനത് സെർവ് ചെയ്യുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.